വായ തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണാൻ ഒരു താല്പര്യവുമില്ല. ലക്ഷ്മിപ്രിയയ്ക്ക് മറുപടിയുമായി ഉഷ. നടി ലക്ഷ്മിപ്രിയയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നടി ഉഷ ഹസീന. ലക്ഷ്മിപ്രിയ തന്നെ പരസ്യമായി ജിഹാദി എന്ന് വിളിച്ചുവെന്ന് അവർ ആരോപിച്ചു. അമ്മയിൽ വർഗീയത കൊണ്ടുവരാമെന്നുള്ള മോഹം പൊലിഞ്ഞുപോയതിന്റെ രോദനമാണ് ലക്ഷ്മിപ്രിയയുടേതെന്ന് പറഞ്ഞ ഉഷ ഹസീന നിങ്ങളെപ്പോലെ വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്ക് വേണ്ടെന്നും വ്യക്തമാക്കി. ശ്രീമതി ലക്ഷ്മിപ്രിയ ഇന്നലെ രാത്രി എനിക്കും പൊന്നമ്മ ചേച്ചിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലെ മാറ്റർ തന്നെ അവർ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം. ചാനലായ ചാനൽ തോറും കയറിയിരുന്ന് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാമെന്നുള്ള വലിയ മോഹം ഞങ്ങൾ പൊളിച്ചടുക്കിയതിൻ്റെ ആ മോഹം പൊലിഞ്ഞു പോയതിൻ്റെ രോദനമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. അൻസിബ കഴിഞ്ഞ 10 മാസം അനുഭവിച്ച വിഷമങ്ങൾ, അവഗണനകൾ, അപമാനങ്ങൾ, അതിനൊക്കെ ഇന്നലെ ഞങ്ങൾ മറുപടി നൽകി. അൻസിബയുടെ നിലപാട് അതാണ് ശരി. ഞങ്ങൾ അവളെ ചേർത്ത് പിടിച്ചു, ഒപ്പം നിന്നു. നിങ്ങളെപ്പോലെ വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്ക് വേണ്ട. ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം അത് തന്നെയായിരുന്നു. ഇന്റർവ്യൂകളിൽ ജനിപ്പിച്ച മാതാപിതാക്കളെയും ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല എന്ന് പറഞ്ഞതിന് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ എൻ്റെ സഹപ്രവർത്തക പറഞ്ഞപ്പോൾ മറ്റ് സഹപ്രവർത്തകരുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ എന്നെയും ജിഹാദി എന്ന് പറഞ്ഞില്ലേ? അവരെ വിളിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? വായ തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഇങ്ങനെയായിരുന്നു ഉഷ ഹസീനയുടെ പോസ്റ്റ്. ഭരണസമിതിയുടെ കൂട്ടരാജിക്ക് പിന്നാലെ അമ്മയിലെ അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരുന്നു ലക്ഷ്മിപ്രിയ. അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ലക്ഷ്മിപ്രിയ താൻ സംഘടനയിൽ നിന്നും പുറത്തു പോവുകയാണെന്ന് അറിയിച്ചത്. വൈകാരികമായ കുറിപ്പിലൂടെയായിരുന്നു രാജി പ്രഖ്യാപനം. തന്റെ രാജി മുതിർന്ന അംഗങ്ങളായ കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്കായി സമർപ്പിക്കുന്നുവെന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. തന്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. താൻ മരിച്ചാൽ റീത്തും അനുശോചനവും വേണ്ടെന്നും തനിക്ക് പെൻഷൻ പോലും വേണ്ടെന്നുമാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്, ബാക്കിയുള്ളവർ ഈ പടി കടന്ന് വരരുത്, നന്ദി. ഇങ്ങനെയാണ് ലക്ഷ്മിപ്രിയ രാജിക്കത്തിൽ പറഞ്ഞത്. ഇന്നലെ അമ്മയിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായത്. അമ്മയുടെ ഭരണസമിതി ഒന്നാകെ രാജിവെക്കുകയായിരുന്നു. പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കം 17 പേരും രാജിവെച്ചു. അധികാരത്തിലെത്തി 1 വർഷമാകുന്നതിനു മുമ്പാണ് രാജി. ഇതോടെ അമ്മയെ നയിക്കാൻ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചു. നടനും MLA-യുമായ രമേശ് പിഷാരടിയാണ് കമ്മിറ്റിയുടെ കൺവീനർ. 4 മാസത്തേക്കാണ് കമ്മിറ്റിയുടെ കാലാവധി. അതിനകം പുതിയ ഭരണസമിതിയെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് നടത്തും.